മീനപ്പള്ളി കായൽ, നമ്മൾ വട്ടക്കായൽ എന്ന് പറയും. നമ്മുടെ ഹബീബി ക്രൂസ് തരുന്ന സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട കേട്ടോ. അവർ തന്നെയാട്ടോ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. ചേട്ടൻ്റെ പേര് പറഞ്ഞേട്ടാ? തീർച്ചയായിട്ടും നമ്മുടെ വില്ലേജുകളെ, കുട്ടനാട് വില്ലേജുകൾ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന ട്രിപ്പാണ് നമ്മുടെ. അപ്പൊ ചേട്ടന്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓർക്കാം. നമ്മളിന്ന് ആലപ്പുഴ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. അവർക്ക് ബീച്ച്, ബോട്ടിങ് ഇതൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. ഈ അവരാരാന്നല്ലേ? അവരാണ് നേഹ ആൻഡ് സമീർ. അവർ ബീഹാറിലാണ് അവരുടെ നേറ്റീവ് പ്ലേസ്. ബാംഗ്ലൂരാണ് നേഹ വർക്ക് ചെയ്യണത്. അപ്പോൾ 2-3 ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവർക്ക് കൂടുതൽ ആഗ്രഹം ഈ കുട്ടനാടൻ വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ്. അതുകൊണ്ട് ഹൗസ് ബോട്ട് വേണ്ട, ഞങ്ങൾ ഷിക്കാർ റൈഡാണ് എടുത്തിരിക്കുന്നത്. ഷിക്കാറാകുമ്പോൾ നമുക്ക് റേറ്റും ഹൗസ് ബോട്ടിനെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. റേറ്റിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ ശ്രീ പ്രണവം വ്ളോഗ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഓഫേഴ്സും എല്ലാം അദ്ദേഹം ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇവിടെ ഷിക്കാർ മാത്രമല്ല മറ്റ് ഹൗസ് ബോട്ടും എല്ലാം ആൾ അറേഞ്ച് ചെയ്ത് തരാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയൂ കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 മണിക്കൂർ കായൽ യാത്ര, അതിൽ കുട്ടനാടൻ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം, പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അതേപോലെ കുൽക്കി സർബത്ത് വിത്ത് ഡാൻസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതൊക്കെ കാണാൻ പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോണത്. ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനി യാത്ര. അവർക്ക് നാടൻ സീ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് പോവാണ് കേട്ടോ. ഈ ബോട്ടിലാണ് അവർ നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്ത് തരണത് കേട്ടോ. കോക്കനട്ട് വെള്ളം കൊണ്ട് വരണുണ്ട്. നമ്മൾ വെജ് മീൽസിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കരിമീനും ലോബ്സ്റ്ററും പ്രോൺസും പിന്നെ ഫിഷ് കറിയൊക്കെയാണ് വാങ്ങിയത്. എല്ലാം നല്ല അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു, നല്ലതായിരുന്നു. ഫിഷ് ഇളനീരിൻ്റെ വെള്ളം മാത്രമല്ല, കഴമ്പും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആള് നിൽക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കരിക്കൊക്കെ കുടിച്ച് ഇനി നമ്മൾ ആദ്യം ബോട്ടിൽ പോവാണ് കേട്ടോ. നമ്മുടെ ഹബീബി ക്രൂസ് വള്ളത്തുരുത്തി, ആലപ്പുഴ, കുട്ടനാട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ആകുന്നത് മീനപ്പള്ളി കായൽ, നമ്മൾ വട്ടക്കായൽ എന്ന് പറയും. നമ്മുടെ മനോഹരമായ ഒരു കായലാണ്, റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കായലാണ് മീനപ്പള്ളി കായൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ഷൂട്ടിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ. അവിടെ ഒരു 2-3 കടകളുണ്ട്. കുലുക്കി സർബത്ത് വിത്ത് ഡാൻസ് ഫേമസ് ആണ്. പിന്നെ അത് കയറാം, നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കയറാം. ഇപ്പം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരുന്ന ഒരു സംവിധാനം അതാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഈ കാണുന്ന ഇതിൻ്റെ തുരുത്തിൻ്റെ എൻഡാണ് ഈ പുള്ളിപ്പുലി, ആട്ടുംപുട്ടി, കുട്ടനാട് മാർപ്പാപ്പ അതുപോലുള്ള ഫിലിമുകൾ ഷൂട്ട് ചെയ്യും ആ സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്നത് പറയാം നമുക്കത് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജിലാണ് കുട്ടനാട് ബ്ലോഗ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഫിലിമിൽ ഡാൻസ് മമ്മൂട്ടി ചെയ്യുന്ന ഇവിടെയാണ്. ആ പാലത്തിലാണ്, ആ ടെർമിനൽ പോലെ കണ്ടില്ലേ, അതിനകത്താണ് മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഫിലിം തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, മലയാളമാണ് ഏറ്റവും കൂടുതൽ ഫിലിം ഷൂട്ട് ചെയ്യാൻ നടക്കുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കൈനകരി. വരയൻ മൂവിയിൽ നമ്മൾ കാണുന്ന ഒരു പാലമുണ്ട്, വരയൻ മൂവി. അതേപോലുള്ള ഫിലിമുകൾ ഒരുപാട് എടുത്തിരിക്കുന്ന സ്ഥലമൊക്കെ, അങ്ങോട്ടേക്ക് നമുക്ക് പോകാം.
അങ്ങനെ ഞങ്ങൾ കായൽ യാത്രയൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് വരണ സമയത്താണ് ഒരു പുതിയ കാഴ്ചയും കൂടി കാണാനുള്ള ഇട വന്നത്. അതായത് ഒരു ടെമ്പററി പാലം ക്രെയിൻ വയ്ക്കുന്നു ട്രക്കിനൊക്കെ പോവാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. എല്ലാ ഹൗസ് ബോട്ടാണെങ്കിലും നമ്മുടെ ഷിക്കാർ റൈഡിൻ്റെ ബോട്ടുകളാണെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഒരു പ്രാവശ്യം പാലം വച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗവൺമെൻറ് ബോട്ട് വരണത്ര ആ പാലം മാറ്റി ആദ്യം ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ. അതുവരെ നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഒറ്റ ദിവസവും കഴിക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അവരൊന്ന് കഴിച്ചത്. പുട്ടും കടലയും നമുക്ക് ചോദിച്ചു നോക്കട്ടെ, അവർക്ക് പുട്ടും കടല എങ്ങനെയാണ്? ഹൗ ഇസ് പുട്ടും കടല? Very nice. Very nice. Especially with the papad and chana, that vegetable. പപ്പടവും കടലയും കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. ആ കടുമാങ്ങയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പറയുന്നത്, കടുമാങ്ങയും ഭയങ്കര ഇഷ്ടമായിരുന്നു പറയുന്നത്. അവർക്ക് നീ കണ്ടോ, കേരള മുണ്ട് വേണം, കേരള സാരി വേണം. എന്തൊരു ഭംഗിയല്ലേ. നമ്മളെന്നും സ്ഥിരമായിട്ട് കേരള സാരി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത്രയ്ക്കൊരു ഭംഗിയായിട്ടിരിക്കണേ നോക്കൂ. അങ്ങനെ നമ്മുടെ പാലം തുറക്കുകയായി, നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിലേക്ക്, അതായത് കുട്ടനാടൻ ഗ്രാമങ്ങൾ കാണാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് ഹൗസ് ബോട്ടുകൾ പല റേറ്റുകളിൽ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഭയങ്കര എമൗണ്ട് ഒന്നും ചിലവ് ചെയ്യാണ്ട് ഒരു ഫാമിലി ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന്, ആംബിയൻസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും, അതേപോലെ ഗ്രാമങ്ങളൊക്കെ ഒന്ന്, കുട്ടനാടൻ ഗ്രാമങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയിട്ട് പോരാൻ പറ്റണ ഒരു നല്ലൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഇത് ഈ ഷിക്കാറിലാണെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാര എമൗണ്ടേ ആവണുള്ളൂ. 6 പേർക്ക് 2500 അങ്ങനെ പല റേറ്റുകളാണ്. അത് അവസാനം ആൾ പറയും കറക്റ്റായിട്ടുള്ള വിവരണങ്ങൾ. പക്ഷെ എന്നാലും അത്രയും ഭയങ്കരമായ റേറ്റുകളൊന്നുമല്ല. പക്ഷെ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു ആംബിയൻസ് ഉള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. വരയൻ മൂവിയിലെ പാലം അല്ലേ? ഈ ഗ്രാമങ്ങളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഈ ഇതേപോലത്തെ ഷിക്കാർ ബോട്ടൊക്കെ തന്നെ പറ്റുള്ളൂ. ഹൗസ് ബോട്ടൊന്നും ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അകത്തേക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ബോട്ടുകൾ തന്നെയാട്ടോ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗ്രാമങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും അവർക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഹോസ്പിറ്റലും അവരുടെ ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസാണ് കേട്ടോ ഈ ഹോളി ക്വീൻ. ഹയാക്കിങ്ങും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ അവരതിനുള്ള സജ്ജീകരണങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എല്ലാ വീട്ടിലും വഞ്ചി ഉണ്ടാവോ? എല്ലാവർക്കും വഞ്ചി ഉണ്ടാവും. കൂടുതലായിപ്പോ ഇതേപോലത്തെ ബോട്ട് വന്നില്ലേ, ഫൈബർ ബോട്ടുകൾ, ഫ്രണ്ടിലുണ്ട്. അത് കടലിൽ ഓടുന്ന വള്ളങ്ങളാണ്. അതൊക്കെ എല്ലാവരും എടുക്കാൻ തുടങ്ങി. അല്ല, അത് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഫൈബർ ബോട്ട് മാറിയത്. അതെ, ഫൈബർ ബോട്ട് അതിന്റെ ഹൈറ്റിലായിട്ട് ഇത് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. പലർക്ക് കടയാണത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ നല്ല സ്ഥലത്തൂടെ ഒക്കെ പോകണ്ട, ചെറിയ കനാല്. ചോദിച്ചോ, അഭിപ്രായം ചോദിച്ചോ. समीर कैसे कैसे भैया अपने हिंदी में बोलते मुश्किल में क्या वो अपना रास्ता कैसे, जगह कैसे? जगह अच्छा है, सुंदर है, बहुत अच्छा है. Only small boats can come, not bigger boats. If you want to have night sit, then bigger boat is good. But if you want to visit village and all, so this boat is very nice. മിക്ക വീടുകളിലും വഞ്ചി അല്ലെങ്കിൽ ബോട്ട് ഉണ്ടാവും. പണ്ടൊക്കെ വഞ്ചിയായിരുന്നു, ഇപ്പോൾ ഫൈബർ ബോട്ടുകളായിട്ടുണ്ട്. പിന്നെ നമ്മൾ സമീർ പറഞ്ഞത് നൈറ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടാണ് നല്ലത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഡേ ടൈമിൽ വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇതാണ് നല്ലതെന്നാണ്. വീഴും നീ. ഒരു കുട്ടി പോണ നോക്കൂ, കണ്ടോ? ഇപ്പുറത്തെ വസ്തുന്ന് അപ്പുറത്തേക്ക് പോണ കണ്ടോ?
പാലത്തുമ്മ കൂടെ നമ്മൾ ഈ ചമ്പ ഇത് വെള്ളം കേടായി കിടക്കാന്ന്. ഇത് വെള്ളം ഇതല്ലേ കലക്ക വെള്ളമല്ലേ, കലക്ക് വെള്ളം. കാരണം ആഴമില്ലല്ലോ. ഇതാ കുളിക്കും. വാശിക്ക് നീന്താണ്ട. ഏത് ക്ലാസ്സിലാ? ഹായ്. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? എട്ടില്. എവിടെയാ? ഈ സ്കൂളിലാ? ഞാൻ ഇയാളുമായിട്ട് വാശിക്ക് നീന്താൻ പോവാം. കുഞ്ഞു ആ പോളയുണ്ട്. പോളയുടെ ഉള്ളിൽ കൂടെ ഇപ്പൊ ആള് പോവാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈശ്വരന് മാത്രം അറിയാം. ഗവൺമെന്റ് UPS ചെറിയ സ്കൂള്. ഇതാ കയറുകൊണ്ടുള്ളതൊക്കെ ഇട്ടേക്കണു. അതെ പോളുണ്ടെങ്കിലും കുഴപ്പമില്ലാന്ന് പറയണേ. ശരിക്കും ചിലപ്പോ തിരിയും. ഇതിന്റെ അടിയിലുള്ള പോളയുടെ അടിയിലുള്ള എന്താ പറയാ വേര് വളരെയധികം താഴേക്ക് ഇങ്ങനെ ഉണ്ടാവും അത്രേ. അത് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റക്ക് ആവും അത്രേ. അതുകൊണ്ട് കൂടുതലും ബോട്ടുകൾ ഇങ്ങനെ പോളയുടെ ഉള്ളിൽ കൂടെ പോവാറില്ല. പക്ഷെ ഇവിടെ ഇവര് പോണുണ്ട്. എന്താവും അറിയില്ല. നമ്മളിങ്ങനെ നോക്കുകയാണ് എന്താവും. ദുർഗാക്ഷേത്രം. ഗ്രാമത്തിൽ നിന്ന് നമ്മൾ വീണ്ടും കായലിലേക്ക് കടക്കുകയാണ് കേട്ടോ. സെപ്പറേറ്റ് എന്നിട്ട് എവിടെയെങ്കിലും എവിടെ നിൽക്കുക? എവിടെ മാറി? എവിടെ മാറി? അവരുടെ ഏരിയയിൽ ഗ്രാമത്തിന്റെ പുറത്തുള്ള ഒരു വലിയ സ്കൂളാണ്. സ്പീഡ് ബോട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. മാറുക. ഇനി നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവിടേക്ക് വരികയാണ് കേട്ടോ. चाय पीना है ना? चलते हैं बाहर बाहर പേടിക്കാനൊന്നുമില്ല. ഓട്ടോ നോക്കിപ്പോണം. ആരും പേടിക്കണ്ട. വീണതാണ് വെള്ളത്തിൽ. ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അതേപോലെ ഫുഡ് ഐറ്റംസും ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ പിന്നെ നമ്മുടെ മുളകൊക്കെ ഇട്ട പൈനാപ്പിളും, അങ്ങനെ കുറേ സാധനങ്ങൾ. അതുകൂടാണ്ട് കുൽഫി സർബത്ത്, പിന്നെ ഇവിടെ സ്പീഡ് ബോട്ട്, അങ്ങനെ പലതും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഐസ്ക്രീം വേണ്ടവർക്ക് അതാ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടിന് എത്രയാണെന്ന് വെച്ചാൽ അവരോട് സ്പീഡ് ബോട്ടിന് പെർ പേഴ്സൺ 300 അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസ് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുളകുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്കയും ലുബിക്കയും മാങ്ങയും അങ്ങനെ എല്ലാം ഉണ്ട്. ഗൂഗിൾ പേയും ഇവിടെ പറ്റും. ക്യാഷൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ കുലുക്കി സർബത്താണ്. കുലുക്കി സർബത്ത് വിത്ത് ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളും ഒരു കുറച്ച് കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തേക്കണം കേട്ടോ.
വില്ലേജ് പോകുന്നത് മിനിമം ഒരു 6 പേർക്ക് നമുക്ക് 3 മണിക്കൂർ 2000 4 മണിക്കൂർ 2500. അത് നമ്മൾ ഇത് വില്ലേജ് പോകാൻ വേണ്ടി മാത്രമുള്ളൊരു ട്രിപ്പാണ്. അപ്പൊ നമ്മൾ എപ്പം നോൺ സീസൺ വന്നാലും സീസണിൽ വന്നാലും ഇപ്പൊ നമ്മൾ ഈ പോയ പോലെ ഉള്ളിലെല്ലാം കയറി വില്ലേജെല്ലാം കറങ്ങി കായലൊക്കെ കറങ്ങി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വരാം. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് ഭക്ഷണം അതുപോലെ ഭക്ഷണം എല്ലാം കഴിച്ച് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടിറങ്ങും. ഈ റേറ്റ് തന്നെ നമ്മുടെ ഈ 6 പേർക്കാണെങ്കിൽ നമ്മുടെ ശ്രീ പ്രണവം അതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വരുന്നവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഓഫർ എന്നും ഉണ്ടാവും. അത് സീസൺ ആയാലും നോൺ സീസൺ ആയാലും ഈ റേറ്റ് ആയിരിക്കും. 6 പേർക്ക് ഉറപ്പ്. 6 പേർക്ക്. അത് കഴിഞ്ഞ് വന്നാൽ ഒരാൾക്ക് 100 രൂപ എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് കൊടുക്കും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേട്ടൻ ഇപ്പൊ ഞാൻ വിളിക്കണ നമ്പർ പറയട്ടെ. നമ്പർ പറയണം. പറഞ്ഞോളൂ. നമ്പറാണ് 7736522505. ഈ നമ്പറിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഓഫർ ചെയ്തിരിക്കും. ഹൗസ് ബോട്ട്, കയാക്കുണ്ട്, നമുക്ക് പിന്നെ സ്പീഡ് ബോട്ടുണ്ട്, പിന്നെ ഓപ്പൺ ബോട്ടുണ്ട്, പിന്നെ കനോയിങ്. നമ്മൾ കനോയിങ് വിത്ത് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് തുഴഞ്ഞു പോകുന്ന സംവിധാനം നമുക്ക് നമുക്കില്ല. ചെറിയ മോട്ടർ ഒരു 4 പേർക്ക് 5 പേർക്ക് ഇരുന്ന് തീരെ ചെറിയ കനാലിൽ കൂടെ, ഇപ്പൊ നമ്മൾ പോകുന്നതിനെക്കാട്ടി ചെറുത് തീരെ ചെറിയ കനാലിൽ കൂടെ നമ്മൾക്ക് പാലം കുനിഞ്ഞു പോകണം. ആ രീതിയിലുള്ള സംവിധാനത്തിലുള്ള വള്ളമുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ അയച്ചു തന്നാൽ ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാന്നുള്ളത് പറയാം. ഇത് നമ്മൾ ഇതുപോലെ തന്നെ അതുപോലെ ചെയ്തിരിക്കും. ഈ പറഞ്ഞത് അത് എന്നും ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഈ ബ്ലോഗറിന്റെ കീഴിൽ വരുന്ന എല്ലാം കണ്ടുവരുന്ന ആർക്കായാലും പരാതി വരത്തില്ല. ആ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കും. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതേപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതേപോലെ ഒരുപാട് ഓഫേഴ്സും രസകരമായിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ ബൈ.